ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനൊരു വ്ളോഗ് ചെയ്യുന്നത്. എല്ലാവരും സേഫ് അല്ലേ? നമ്മളിന്ന് വീട്ടിലേക്ക് പോവുകയാണ്, മുക്കത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തു. എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഞാനും മോളും പിന്നെ മാളും ഉണ്ട്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് ബീച്ചിലൊക്കെ പോകാമെന്നായിരുന്നു. പക്ഷേ നല്ല മഴയുടെ ഒരു ചാൻസ് തോന്നിയ കാരണം അത് ഹൈലൈറ്റ് മാളിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. ഹൈലൈറ്റ് മാൾ ഇവിടെ അടുത്താണ്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട്. ഇനി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറണം. ഹൈലൈറ്റ് മാളിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇമയും മാളും പറയുന്നുണ്ടായിരുന്നു ഇവിടെ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്, ഒരു സൂപ്പർ റിയാലിറ്റി ഡോം വന്നിട്ടുണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അവിടേക്കാണ് പോകുന്നത്. അവിടെ എൻട്രൻസ് ഫീ വരുന്നത് 120 റുപ്പീസാണ്. ഹൈലൈറ്റ് മാൾ, കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇത് വരുന്നത്. മെയിൻ എൻട്രൻസിൻ്റെ സൈഡിലായിട്ടാണ്. ഒരാൾക്ക് 120 റുപ്പീസാണ് വരുന്നത്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൈസ ആവശ്യമില്ല. എന്തായാലും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അതിലേക്ക് കയറാൻ പോവാണ്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. മാളും യുമയൊക്കെ നല്ല എക്സൈറ്റഡ് ആണ്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേറെ ചെയ്യാം. കയറിയപ്പോൾ തന്നെ യുമയ്ക്ക് നല്ല പേടിയാണ്. അവിടെ ഇങ്ങനെ പേടിച്ച് കണ്ണടച്ചിരിക്കുമായിരുന്നു. പക്ഷേ കുട്ടികൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആ ഒരു മൂവിയുടെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ അത് കാണുന്ന പോലെ ഒരു ഇതാണ്, ഒരു റിയാലിറ്റിയാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമ്മളിങ്ങനെ മൂവി ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. നല്ല രസമുണ്ട്. കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ 8 മിനിറ്റേ ഉള്ളൂ. 8 മിനിറ്റാണ് 120 റുപ്പീസ് വരുന്നത്. വൺ ടൈമൊക്കെ വേണേൽ കുട്ടികളെ ഒന്ന് കയറ്റി കാണിക്കാം. ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് ഒന്നും ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. നല്ല സൗണ്ട് എഫക്റ്റാണ്. അത് നേരിട്ട് കേൾക്കാനാണ്. ഒരു 3D എഫക്റ്റാണ് ഇതിന്. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. കുറേ സ്റ്റോറീസൊക്കെയാണ് ഇതിൽ മിക്സായിട്ട് വന്നേക്കുന്നത്. പകുതി വെച്ചിട്ട് ഇമ്മക്കുട്ടി പേടിച്ചിറങ്ങിപ്പോയി. അവൾക്ക് തല ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനും ആളും മാത്രമായിരുന്നു ബാക്കി കണ്ടത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഡോമിൽ നിന്ന് പുറത്തിറങ്ങി സന്ദീപേട്ടൻ ഏതോ ഷോപ്പ് പോയതായിരുന്നു. അപ്പോൾ സന്ദീപേട്ടനെ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഇമ്മക്കുട്ടി ചോക്ലേറ്റാണ് ഫേവറേറ്റ്, മാളുവിന് ബട്ടർ സ്കോച്ച് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ സന്ദീപേട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് എന്താ, ഷോപ്പിംഗ്. അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈലിലും സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് കയറി. ഇപ്പം സ്റ്റുഡിയോയിലൊക്കെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലൈഫ് സ്റ്റൈലും കുറേ ഓഫേഴ്സൊക്കെ ഉണ്ട്. 30%, 50% ഒക്കെ വരെ ഓഫേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ടോപ്പ് ഫോമിലേക്കാണ്. അവിടെ നല്ല സൂപ്പർ ബിരിയാണി കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡിങ്ങും ഔട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി നേരെ മുക്കത്തേക്കാണ്. യെസ്, അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി, എൻ്റെ വീട്ടിലെത്തി. ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.